ഹായ് ഗായ്സ്, ഗ്ലിബറെന്ന് യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഫിനാലെ വീക്കിലേക്കുള്ള വാശിയേറിയ വോട്ടിംഗ് പോരാട്ടമാണ് ഇപ്പോൾ ഹോട്ട്സ്റ്റാറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിന്ന് ആഴ്ച രാത്രി 7 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ മുമ്പിൽ ഇത്തവണ 7 മത്സരാർത്ഥികളാണ് ഫിനാലെ വീക്കിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. അവരിൽ നിന്ന് ഒരു മത്സരാർത്ഥി ചിലപ്പോൾ ഈ തവണത്തെ മിഡ് വീക്ക് എവിക്ഷനിൽ പുറത്തു പോകുമായിരിക്കും. അതാരാണെന്ന് നിർണ്ണയിക്കാനുള്ള അവകാശം നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ ജിയോ ഹോട്ട്സ്റ്റാർ ആപ്പിൽ കയറി തന്നെ വോട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ആ മത്സരാർത്ഥിക്ക് ആ വോട്ട് ലഭിക്കത്തുള്ളൂ. അതോടൊപ്പം നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്നും ആർക്കാണ് വോട്ട് ചെയ്യുന്നതും കൂടെ വീഡിയോയുടെ ഇടയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വരിമണിക്കൂറിലെ കൃത്യമായിട്ടുള്ള അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസുകൾക്കായിട്ട് നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഏതായാലും ഇന്ന് രാത്രി 7 മണിയുടെ വോട്ടിംഗ് സ്റ്റാറ്റിൽ 1-ാം പൊസിഷൻ അനുമോൾ തിരിച്ച് പിടിച്ചെടുത്തിരിക്കുകയാണ്. അനീഷിൻ്റെ കയ്യിൽ നിന്ന് തൻ്റെ പൊസിഷൻ വീണ്ടും കൈയടക്കി വെച്ചിരിക്കുകയാണ് അനുമോൾ. വമ്പിച്ചൊരു വോട്ടിംഗ് മുന്നേറ്റത്തിലാണ് അനീഷിനെ അട്ടിമറിക്കാൻ സാധിച്ചിരുന്നത്. ഇപ്പോൾ 30,235 എന്ന വോട്ടിൻ്റെ ബലത്തിൽ അനീഷിനെ അട്ടിമറിച്ചുകൊണ്ട് 1-ാം പൊസിഷൻ തിരിച്ച് കൈയടക്കി വെച്ചിരിക്കുകയാണ് അനുമോൾ. 2-ാം പൊസിഷനിൽ അനീഷാണുള്ളത്. അനീഷ് തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ 1-ാം പൊസിഷനിലായിരുന്നു അനീഷ്. അനുമോളുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിൽ മാത്രമാണ് ഇപ്പോൾ അനീഷ് 2-ാം പൊസിഷനിൽ നിലനിൽക്കുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും 1-ാം പൊസിഷൻ കയ്യെത്താവുന്ന ദൂരം മാത്രമേ ഉള്ളൂ അനീഷിന്. 3-ാം പൊസിഷനിൽ ഷാനവാസാണുള്ളത്. ഷാനവാസും വമ്പിച്ചൊരു വോട്ടിംഗ് മുന്നേറ്റം ഇതുവരേക്കും കണ്ടുവന്നിട്ടില്ല. ഒരു ജേതാവാകാൻ തക്ക വിധത്തിലുള്ള വോട്ടിംഗ് പ്രകടനം ഇതുവരേക്കും ഷാനവാസിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. 20,177 വോട്ട് നേടി 3-ാം പൊസിഷനാണുള്ളത്. 4-ാം പൊസിഷനിൽ നൂറയാണുള്ളത്. നൂറയ്ക്കും കാര്യമായ ഒരു വോട്ടിംഗ് മുന്നേറ്റം ഇതുവരേക്കും കാഴ്ചവെച്ചിട്ടില്ല. ഇപ്പോൾ 19,800 വോട്ട് മാത്രം നേടി ഷാനവാസിന് തൊട്ട് മുന്നിലായി 4-ാം പൊസിഷനാണുള്ളത്. 5-ാം പൊസിഷനിൽ അക്ബറാണുള്ളത്. അക്ബറിനും കാര്യമായ ഒരു വോട്ടിംഗ് പ്രകടനം കാഴ്ചവെക്കാൻ ഇതുവരേക്കും സാധിച്ചിട്ടില്ല. ഇപ്പോഴും 16,890 വോട്ടോട് കൂടി 5-ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. 6-ാം പൊസിഷനിൽ നെവിനാണുള്ളത്. നെവിന് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് അക്ബറുമായിട്ട് വോട്ടിങ്ങിൻ്റെ തുടക്കത്തിലെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 16,125 വോട്ട് നേടി 6-ാം പൊസിഷനിൽ തന്നെ തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. 7-ാം പൊസിഷനിൽ ആദിലയാണുള്ളത്. ആദിലയായിരിക്കും ഇത്തവണത്തെ മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടെങ്കിൽ പുറത്തു പോകാൻ ചാൻസ് കൽപ്പിക്കുന്ന മത്സരാർത്ഥി. കാരണം ആദിലയ്ക്ക് നല്ല രീതിയിലൊരു വോട്ടിംഗ് ഇടിവാണ് സംഭവിച്ചിട്ടിരിക്കുന്നത്. 100 ഉള്ളത് കൊണ്ട് തന്നെ ആദിലയുടെ വോട്ടിംഗ് ഇടിവ് നല്ല രീതിയിൽ പ്രതിഫലിച്ച് കാണുന്നുണ്ട്. 10,100 വോട്ട് നേടി 7-ാം പൊസിഷനിൽ തന്നെ നിലകൊള്ളുകയാണ്.